വിദ്യാസാഗർ ഗുരുമൂർത്തി, തന്ത്രിയെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം നടക്കുന്ന സമയത്താണ്. നേരത്തെ ശ്യാംരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട് ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെ തൊടാൻ എന്തായാലും അറക്കും. മദനിയുടെ കേസ് പോലും നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? മദനിയെ അറസ്റ്റ് ചെയ്യാൻ പലതവണ ചിന്തിച്ചതാണ്. എന്നിട്ട് ഒടുവിലാണ് മദനിയുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തത്, ഈ സുഡാപ്പികളെ അടക്കം ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം. പക്ഷേ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു അടി കിട്ടും എന്ന് ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഴിച്ചു പണിയേണ്ടതല്ലേ? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ ജാമ്യം പരിഗണിച്ച ബദറുദ്ദീൻ നിശിതമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഇതിപ്പോൾ തന്ത്രിയുടെ കേസ് മാത്രമല്ല, ഇനി ഈ കേസിൽ ഇവരെന്തൊക്കെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വിദ്യകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ അവധാനതയോടെ പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും അത് അങ്ങ് പറഞ്ഞത് പ്രസക്തമാണ്. തന്ത്രി ഇതിൽ 16-ാം പ്രതിയാണ്. SIT ചാർജ് ചെയ്തിരിക്കുന്നത് ആ കേസിൽ 16-ാം പ്രതിയാണ് തന്ത്രി. ഇപ്പൊ തന്ത്രിക്ക് ജാമ്യം നൽകി അതിൽ കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം ക്ലോസ് ചെയ്ത ശേഷമുള്ള ഒരു നിരീക്ഷണമല്ല കോടതി നടത്തിയിരിക്കുന്നത്. പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ഒരു ജഡ്ജാണെന്ന് നമുക്കറിയാം. പൂർവ്വകാല അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് വളരെ ലെവൽ ഹെഡഡ് ആയിട്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളാണ്. തന്ത്രിയെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾ മറ്റു രീതി പറഞ്ഞിരുന്നു. അതായത് തന്ത്രി എന്ന് പറഞ്ഞ വ്യക്തി ഭക്തജനങ്ങളോടും സമാജത്തോടും ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരുടെ വരുമാനത്തിൽ കലർപ്പ് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ വരും. മാത്രമല്ല, പുറപ്പെടാ ശാന്തിയെ പോലെ തന്ത്രിയായിട്ട് ശബരിമലയിൽ തന്നെ ഇരുന്ന് പണം സ്വീകരിക്കണമെന്നില്ല എന്നുമുള്ള നിശിതമായ വിമർശനം ഞാൻ നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് സത്യത്തിൽ അദ്ദേഹത്തേക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടാൻ കാരണം. അങ്ങ് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ അനിൽജി. ഒരു തന്ത്രി, ശരിയാണ്, അദ്ദേഹത്തിന് താഴ്മൺ മഠത്തിന് ശബരിമല മാത്രമല്ല അനേകം ക്ഷേത്രങ്ങളിലെ തന്ത്രമുള്ള വലിയ തന്ത്രി, കേരളത്തെ ഏറ്റവും പ്രബലരായ 2 തന്ത്രി കുടുംബങ്ങളിൽ ഒരു കുടുംബമാണത്. അപ്പൊ അവര് ഏറ്റവും വരുമാനമുള്ള അമ്പലത്തിൽ തന്നെ ഇരുന്ന് കാശ് സ്വീകരിക്കുക, അത് കണക്കോ പരിധിയില്ലാതെ സ്വീകരിക്കുക എന്നത് നമ്മുടെ കമ്മീഷണർ, മുമ്പത്തെ ദേവസ്വം കമ്മീഷണറായി വന്നിട്ടുള്ള നമ്മുടെ വേണുഗോപാൽ സാർ ഇതേ ചാനലിൽ പറഞ്ഞ് ഓർമ്മിക്കുന്നില്ലേ? അപ്പോ ഇത്തരത്തിൽ കളങ്കിതരമായുള്ള കൂട്ടുകെട്ട്, കളങ്കം ഉള്ള രീതിയിലുള്ള പേര് കേൾപ്പിക്കാവുന്ന പണം സ്വീകരിക്കൽ, ഇതൊന്നും തന്ത്രിയായാലും ബിഷപ്പായാലും അല്ലെങ്കിൽ മൊല്ലാക്കയാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഒരു സാധാരണ ഹിന്ദു എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൽ ഞാൻ കൂടുതലായിട്ട് തന്ത്രിയെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ പറയാത്തത്, അന്വേഷണം പുരോഗമിക്കണം. ഞാൻ കഴിഞ്ഞ തവണ ജനം TV ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു, അന്വേഷണം ശരിയായ ദിശയിലല്ല. കാരണം ഇവിടെ CPM-ന്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളെ രക്ഷിക്കുവാനും അന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോ ശങ്കർദാസ് പുറത്താണ് അല്ലേ? അതെ. അപ്പോ ശങ്കർദാസിനെ ഇപ്പോൾ ആളുകളെ പുറത്തു നിർത്തുകയും ക്രിമിനൽസിനെ പുറത്തു നിർത്തുകയും തന്ത്രിയെ വേഗം 16-ാം പ്രതിയെ സത്വരം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ചെയ്തത് അത് ശരിയല്ല. റോങ്ഫുൾ കണ്ടെയ്ൻമെന്റ് ആണ്, ഇൻകാസറേഷൻ ആണ്, ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ അന്നും പറഞ്ഞിരുന്നു, തന്ത്രിയെ കൊടുക്കുകയും മന്ത്രിയെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസിയായിട്ട് ഇത് മാറുന്നുണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് എങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നോ അതിലെന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് നമ്മൾക്ക് ഇപ്പോഴും അജ്ഞാതമാണ്. ഇപ്പം CPM-ന്റെ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്തുള്ള ഒരു ഡിഫൻസ് ആയിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. തന്ത്രി അറസ്റ്റ് ചെയ്താൽ ശ്രദ്ധ മുഴുവൻ തന്ത്രിയിലേക്കും അല്ലെങ്കിൽ വിശ്വാസികളുടെ രോഷം തന്ത്രിയിലേക്ക് പോയിക്കൊള്ളും എന്ന് കരുതി തന്നെയാണ് CPM അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ CPM-ന്റെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ആണിതെന്ന സംശയം ഞാൻ മുമ്പത്തെ ജനം TV ചർച്ചയിലും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, തന്ത്രി അടക്കമുള്ള റിലീജിയസ് ഹെഡ്സ് സുതാര്യമായ പ്രവർത്തനം കാഴ്ചവെക്കണം. അവർ ഒരു തരത്തിലും സാമ്പത്തികമായ ഇടപാടുകളിൽ ഇത്ര അലക്ഷ്യമായി ഇത്ര അധികം പണം ഒരുമിച്ച് ഒരു ദിവസം 5-6 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെ ഒരു വ്യക്തിക്ക് വരുമാനം വരുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് ദേവസ്വം കമ്മീഷണർ തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നിഷേധിക്കാനാവുന്ന കാര്യമല്ല.
പത്രത്തിൽ വരുമാനം വരുമ്പോഴും തന്ത്രി ശ്രദ്ധിക്കണം, ശബരിമലയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ആ അയ്യപ്പൻ എന്ന ശക്തി, നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശാസ്താവ് വെറുതെ ഇരിക്കില്ല. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ശാസ്താവിന് ഒരുപോലെയാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം ഇത്രയും ദിവസം ജയിലിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയുകയാണ്, ഇത് അയ്യപ്പന്റെ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ SIT എന്തുകൊണ്ടാണ് സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ, ശങ്കർദാസിനെ ഒക്കെ ഇപ്പോഴും പരിലാളിച്ചുകൊണ്ടിരിക്കുന്ന ശങ്കർദാസിനെ നിവൃത്തികേട് കൊണ്ടാണ്, ഇതേ ബദറുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ്, നിവൃത്തികേട് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പക്ഷപാത നെപ്പറ്റിസം ഇവിടെ തീർച്ചയായിട്ടും CPM കാഴ്ചവെക്കുന്നത്, CPMന്റെ ഒരു ഇലക്ഷൻ ടാക്ടിക്സ് ആയിട്ട് ഈ ഒരു കേസിനെ എടുത്തിരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ ഇത് ശരിയായ ദിശയിലല്ല നീങ്ങുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത് തന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, അങ്ങനെ ഒരു ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത, അങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മതവികാരമല്ല നമ്മുടേത്. നമ്മുടേത് ധർമ്മം നടപ്പിലാവണം. ശബരിമലയെ കൊള്ളയടിക്കപ്പെടരുത്. അത് ആര് ചെയ്താലും, രാഷ്ട്രീയ ഭേദമന്യേ, വ്യക്തിഭേദമന്യേ, സ്ഥാനഭേദമന്യേ ശബരിമല ഒരു ക്യാഷ് കവായിട്ട് നിലനിർത്തുന്നതിനെ തീർച്ചയായിട്ടും എതിർക്കേണ്ടതാണെന്നാണ് എന്റെയും സാധാരണ ജനങ്ങളുടെയും അഭിപ്രായം. പക്ഷേ ഇവിടെ നേരത്തെ ശ്രീധരൻപിള്ള സാറിന്റെ ഒരു പുസ്തകത്തെ പറ്റി നമ്മളെ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് അയച്ചിരുന്നു ഒരു നോട്ടീസ്, അതായത് ഒരു പോസ്റ്റർ. എന്റെ അറിവിൽ ശ്രീധരൻപിള്ള സാർ ഇത് പറയുന്നതിനൊക്കെ വളരെ മുമ്പ് 2018 സെപ്റ്റംബർ 28 കേസ് വന്ന ഉടൻ എന്റെ ചില സുഹൃത്തുക്കളെ ഹൈക്കോടതിയിലെ വക്കീലന്മാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്, സ്ത്രീകളെ ബലമായി കയറ്റാൻ സാധിക്കില്ല, അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്ത്രിക്ക് നട അടയ്ക്കാമല്ലോ എന്നാണ് അവർ പറഞ്ഞത്. നട അടയ്ക്കരുതെന്ന് കോർട്ടിന്റെ ഉത്തരവൊന്നുമില്ലല്ലോ. തന്ത്രി ദേവന്റെ സ്വകാര്യ സ്വത്തായിട്ടുള്ള ക്ഷേത്രത്തെ പരിപാലിക്കാൻ ബാധ്യസ്ഥനാണ്, തന്ത്രിക്ക് നട അടയ്ക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ആ വക്കീലന്മാർ അന്നേ പറഞ്ഞിരുന്നു. അത് രഹസ്യമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇത് ആദ്യമായിട്ട് കേരളത്തോട് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും അല്ലാതെയും വിളിച്ചു പറയുന്നത് ബഹുമാന്യ സുഹൃത്തായ ശങ്കുട്ടി ദാസാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, BJPയുടെ നേതാവായിട്ടുള്ള ശങ്കുട്ടി ദാസാണ് ആദ്യമായിട്ട് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ശ്രീധരൻപിള്ള സാറിന്റെ ഈ പരാമർശം വന്നത്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ BJPയുടെ യൂത്ത് ബ്രിഗേഡ് അല്ല ആ യൂത്ത് ബ്രിഗേഡിന്റെ ഒരു അടയാളമായ ശങ്കുട്ടി ദാസാണ് എന്റെ അറിവിൽ പരസ്യമായിട്ട് ആദ്യമായിട്ട് ഇത് ലോകത്തോട് വിളിച്ചു പറയുന്നത് തന്ത്രിക്ക് നട അടയ്ക്കാമെന്ന കാര്യം. അതിന് മുമ്പ് ഫോൺ സംഭാഷണത്തിൽ ചില വക്കീലന്മാർ എന്നോട്, ഹൈക്കോടതിയിലെ ചില വക്കീലന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഞാനും കുറച്ച് പാനിക്ഡ് ആയിരുന്നു ആ സമയത്ത്. ഈ പലരും 10,000 സ്ത്രീകളെയും കൊണ്ട് ശബരിമല കയറാൻ പോകുന്നു എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയ കാലത്തായിരുന്നു ഈ സംഭവം. അപ്പൊ മാനസികമായിട്ട് വലിയ വ്യഥയോടുകൂടി നമ്മളൊക്കെ എന്ത് ചെയ്യാം, പരിപാവനമായ ആ ഒരു ആചാരത്തെ നിലനിർത്താൻ എന്ത് ചെയ്യാമെന്ന ചിന്തയിൽ പലരോടും പാനിക്ഡ് ആയിട്ട് വിളിച്ചപ്പോൾ പലരും ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്ത് തുറന്നു പറഞ്ഞത് BJPയുടെ നേതാവായ ശങ്കുട്ടി ദാസാണ്. അതിനുശേഷമാണ് ശ്രീധരൻപിള്ള സാറിന്റെ, എനിക്കറിയില്ല ശ്രീധരൻപിള്ള സാറിന്റെ ഇത്തരത്തിലൊരു പുസ്തകം ഇറങ്ങിയ കാര്യം പോലും ഞാൻ ഇന്നാണ് അറിയുന്നത്. എനിക്കറിയില്ല. അദ്ദേഹത്തോട് നല്ല പരിചയമാണ്. അദ്ദേഹം വളരെ മികച്ച പ്രാക്ടീസ് ഉള്ള ഒരു വക്കീലാണ്. മാത്രമല്ല അദ്ദേഹം അനേകം പുസ്തകങ്ങൾ എഴുതിയ നല്ല മികച്ച ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ്. പക്ഷെ ഈ ഒരു പുസ്തകം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് എനിക്ക് അതിനെപ്പറ്റി അധികം കമന്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇതിലെ കോർ ഐഡിയ, ഹിന്ദുക്കൾക്കുള്ള ടേക്ക് അവേ ഫ്രം ദ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ തന്ത്രിമാർ അല്ലെങ്കിൽ പൂജകന്മാർ, സ്വാമിമാർ, അവരിലെല്ലാം കാണേണ്ടുന്ന ഒരു പ്രധാന കാര്യം എപ്പോഴും ഒരു ടാർഗറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി. നമ്മുടെ ഹിന്ദു സമാജം രാഷ്ട്രീയ മതമൗലിക ശക്തികളാൽ എപ്പോഴും ടാർഗറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമ്മളിൽ ഒരു പിഴവ് വരാൻ വേണ്ടി അകത്തും പുറത്തും ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കാനും ക്ഷുദ്രം ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ട്. അപ്പം തന്ത്രിയും ജാഗ്രത എടുക്കേണ്ടതായിരുന്നു. കാരണം ഈ വിഷയത്തിൽ പോറ്റി അവിടെ വരികയും പോറ്റി നിരന്തരം ശബരിമലയിലെ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുമ്പോൾ ആചാരങ്ങളുടെ തമ്പുരാൻ അല്ലെങ്കിൽ ആചാരങ്ങളുടെ നാഥനായ തന്ത്രിക്ക് എന്തുകൊണ്ട് നിങ്ങൾ എന്തിനൂടെ വന്നു, എന്താണ് നിങ്ങളുടെ നിയോഗം, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ചോദിക്കാൻ സാധിക്കാഞ്ഞത് നിയമപരമായി തെറ്റല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ധർമ്മപരമായിട്ട് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശം അദ്ദേഹത്തിന് ഏറെ ആശ്വാസദായകമാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു ക്രൈം ചെയ്തതായിട്ട് കോടതിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഈ കോടതിയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിലയിരുത്തൽ കാണുന്ന ആ ഒരു ഒബ്സർവേഷൻ മനസ്സിലാക്കുന്നത്. ബട്ട് ഈ ഇൻക്വയറി ഈസ് ജസ്റ്റ് ഓൺ, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു അന്വേഷണം ഇതിന്റെ ഒരു പൂർവ്വഘട്ടത്തിൽ നമ്മൾ കണ്ടത് ആദ്യമൊക്കെ ചടുലമായിട്ട് പിന്നെ വാസുവിനെയും മറ്റും അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ശരിയായ ദിശയിലാണെന്നാണ്. പിന്നീട് ഇത് 16-ാം പ്രതിയെ തന്ത്രിയിലേക്ക് ചാടി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് CPMന് മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ആലപ്പുഴയിലെ ആ മെഡിക്കൽ കോളേജിലെ വൈറൽ കത്രിക വെച്ച് കണ്ടെത്തിയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ ന്യായങ്ങളുണ്ടല്ലോ,
5 വർഷം കത്രിക ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു അത്രയും ഈ സർക്കാർ, ഈ CPM-ന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മനുഷ്യന്റെ വയറ്റിൽ കത്തി വെച്ചാലും കത്രിക വെച്ചാലും ശബരിമലയിൽ കൊള്ളയടിച്ചാലും എല്ലാം ഒരേ നിലപാടാണ്. അവരുടെ രാഷ്ട്രീയ മുഖം നഷ്ടപ്പെടാതെ, രാഷ്ട്രീയ മുഖത്തിന് ഹാനി വരാതെ നോക്കുക മാത്രമാണ് പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ജോലി. ഭരണം പൂർണ്ണ പരാജയമാണ്, ഖജനാവ് കാലിയാണ്, ഈ കേരളം അങ്ങേയറ്റം പൊറുതിമുട്ടുകയാണ് എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം പോലും രാഷ്ട്രീയ ചായവോടുകൂടി പ്രതികരിക്കുക അല്ലെങ്കിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെ ഞാൻ അന്നും എതിർത്തിരുന്നു. കാരണം തന്ത്രി ആയിരുന്നില്ല അവിടെ ഒരു പക്ഷേ പൂർവ്വകാലത്തുള്ള ഒരു മന്ത്രി അവിടെ വന്ന് കിടക്കേണ്ടതായിട്ടുള്ള യോഗം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം തന്ത്രിയുടെ അന്വേഷണ വിവരങ്ങളൊക്കെ പോലീസുകാരെയാണ് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത്. എന്നാൽ മന്ത്രിയുടെ കാര്യത്തിൽ ആ കാര്യത്തിൽ ഒന്നും ഉണ്ടായില്ല. മന്ത്രിക്ക് വളരെയധികം അനുഭാവപൂർവ്വ സമീപനമാണ് ചെയ്തത്. അതെ, വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ മീഡിയക്കാരും വിളിച്ചുകൂട്ടി പോലീസ് ഒരു പൊറാട്ട് നാടകം ഇതിൽ കളിച്ചു എന്നത് തന്നെ ഇതിന്റെ രാഷ്ട്രീയ ലാക്കാണ്. ഇത് രാഷ്ട്രീയപരമായിട്ട് CPM-ന് വലിയ തിരിച്ചടിയാണ്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ആ നിരീക്ഷണം CPM-ന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ കരുതലുകളാണ് വരുത്തിയിരിക്കുന്നതാണ് എന്റെ ആദ്യ ഭാഗത്തുള്ള അഭിപ്രായം. തന്ത്രിക്കെതിരെ തെളിവുകളുടെ കണിക പോലുമില്ല, മാത്രമല്ല ക്രിമിനൽ കോൺസ്പിറസിയിൽ അദ്ദേഹം പങ്കാളിയുമല്ല എന്ന വളരെ നിർണായകമായിട്ടുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്.